Hi friends, once again welcome back to a new section MEG 14 Block 4 Unit 4. First question, comment on the merits of Isma Chungatai as a short story writer with a special reference to Tiny's Granny. ഇസ്മത്ത് ചുങ്കത്തായ് ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ടൈനീസ് ഗ്രാനി. അപ്പോൾ ഈ ടൈനീസ് ഗ്രാനിയെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇസ്മത്ത് ചുങ്കത്തായുടെ മെറിറ്റ്സുകളെ ഒന്ന് വിശദീകരിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് വിശകലനം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. കമൻറ്റും ലൈക്കും ചെയ്യാനായിട്ട് ഒട്ടും പിശുക്ക് വിചാരിക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം. Okay, so we don't waste time and here we go with the first question's answer. Ismat Chungatai stands out as a pioneering Urdu writer and a prominent figure in the progressive writers movement, renowned for her bold and unflinching portrayal of societal norms, gender dynamics, and the human condition. Her short story Tiny's Granny exemplifies her mastery in weaving narratives that expose the complexities of familial relationships, the struggle for individual freedom, and the resilience of the human spirit. ഇസ്മത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ടൈനീസ് ഗ്രാനി. അദ്ദേഹം ഒരു ഉറുദു റൈറ്ററാണ്. അതുപോലെ തന്നെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് മൂവ്മെൻറ്റിലത്തെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ് ഇസ്മത്ത് ചുങ്കത്തായ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി അതിനെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ടും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മളുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്നറിയാം. അപ്പോൾ ആ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വിമൺ സഫർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ അദ്ദേഹം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. മെറിറ്റ്സ് ആസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. Unflinching portrayal of societal realities, Chungatai's writing is characterized by its unapologetic depiction of societal ills, including poverty, exploitation, and gender-based violence. In Tiny's Granny, she sheds light on the tragic fate of women like Granny, who are forced to live on the fringes of society and the impact of such realities on their lives. Complex characterization. Chungatai's characters are multi-dimensional and nuanced, reflecting the intricacies of human nature. എന്നാണ് കേട്ടോ. The protagonist is a testament to this, showcasing a blend of resilience, resourcefulness, and vulnerability. Exploration of themes. Chungatai's works often explore themselves that are considered taboo or uncomfortable, such as female sexuality, lesbian relationship, and the objectification of women. In Tiny's Granny, she develops into the themes of love, loss, and the struggle for autonomy, highlighting the generational gap between Granny and Tiny. Powerful storytelling. Chungatai's narrative style is engaging and immersive, making her stories impactful and memorable. Her use of humor and irony adds depth and complexity to her narratives as seen in Tiny's Granny. ചുങ്കത്തായുടെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസാണ്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ അധികം പ്രശ്നങ്ങൾ. അതിൽ എടുത്തു പറയുന്ന കുറച്ച് ഫാക്ട്സുകളാണ് പോവേർട്ടി, എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് വയലൻസ്. ഇവിടെ ഒരു ടൈനീസ് ഗ്രാനി എന്ന ഈ ഒരു സ്റ്റോറിയിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീയാണ്. ഒരു ട്രാജിക് എക്സ്പീരിയൻസുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതാണ് ഗ്രാനി എന്നിവിടെ പറയുന്നത്. അതുപോലെ ഗ്രാനിക്കൊരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്, അതാണ് നാനി. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഗ്രാനിയുടെ കുറേ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
നാനിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രാനിയാണ് ഇതിലത്തെ ഒരു പ്രൊട്ടഗനിസ്റ്റ്. അപ്പോൾ അവൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം എന്താ പറയുക, ഒരു റീസൈലൻസ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു വൾണറബിലിറ്റി, ഇതൊക്കെയാണ് അവൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ അവളുടെ ചുങ്കത്തായി ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്ന മറ്റു കുറച്ച് തീമുകളുണ്ട്. അത് ഒരു ഫീമെയിൽ അദ്ദേഹം സ്വതവേ, ഓക്കെ, ഈ ഒരു സ്റ്റോറിയിലല്ല, മൊത്തത്തിൽ ഇവിടെ നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ചുങ്കത്തായിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് പലതും തന്നെ ഫീമെയിൽ സെക്ഷുവാലിറ്റി, ലെസ്ബിയൻ റിലേഷൻഷിപ്പ്, ഓബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് വിമൺ, ഇതിനൊക്കെ കുറിച്ച് കൂടുതൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് എടുത്തു പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതുപോലെ ഇവിടെ ചൈനീസ് ഗ്രാനി എന്ന ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ തീം എന്ന് പറയുന്നത് ലവ്, ലോസ് ആൻഡ് സ്ട്രഗിൾ ഫോർ ഓട്ടോണമി. അപ്പോൾ ഇതാണ് ഇവിടെ മെയിനായിട്ട് എന്താ പറയുക, ബേസ് ചെയ്തിരിക്കുന്ന ഒരു 2 ജനറേഷണൽ ഗ്യാപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഗ്രാനി എന്ന് പറയുന്ന ഓൾഡ് വിഭാഗം, ഓക്കെ, അല്ലെങ്കിൽ പഴയ ജനറേഷൻ. അതേസമയം ഇവിടെ ടൈനിയെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ടിനി എന്ത് വേണമെങ്കിലും പറയാം, ഓക്കെ, ടൈനിയെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു ന്യൂ ജനറേഷൻ. അപ്പോൾ അവരുടെ ന്യൂ ജെന്നും ഓൾഡ് ജെന്നും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, മനസ്സിലാക്കാനുള്ള ഗ്യാപ്പ്. ഓക്കെ, നിങ്ങൾക്കറിയാം, അത് ഓൾറെഡി ട്രഡീഷനും കാര്യങ്ങളും എല്ലാം തന്നെ വ്യത്യാസമാണല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രഗിളും നമുക്കിതിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. റീഡേഴ്സിനെ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റ് ചെയ്യിക്കാനായിട്ട് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് ഹ്യൂമറും അതുപോലെ തന്നെ കുറച്ച് ഐറണീസൊക്കെയാണ്. Impact and significance. Challenging societal norms. Chungatai's writing challenges the status quo and pushes boundaries, encouraging readers to question their assumptions and biases. Her work has contributed significantly to the discourse on women's rights, empowerment, and identity. Representation of marginalized voices. Chungatai's stories often center around marginalized characters, giving voice to those who are silenced or overlooked. Tiny's Granny is a powerful example for this, highlighting the struggle of women like Granny and Tiny, who are forced to navigate a societal that is hostile to their existence. Literacy legacy. Chungatai's contributions to Urdu literature are undeniable, and her work continues to be celebrated and studied today. Her stories have been translated into various languages, making her a global literary figure. ചുങ്കത്തീസ് വർക്കുകളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ധാരാളം ഉറുദു കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ലിറ്ററേച്ചറിലേക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും അതിനെങ്ങനെ നേരിടണം, അങ്ങനത്തെ കുറച്ച് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതിന് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചൈനീസ് ഗ്രാനി എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി ആയാലും ഇവിടെയും അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വിമൻ്റെ സ്ട്രഗിൾസാണ്. സൊസൈറ്റിയിൽ ജീവിച്ചു പോകാനുള്ള ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ തന്നെ ധാരാളം ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബലി എല്ലാവർക്കും വായിക്കാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ എല്ലായിടത്തും റീച്ച് ആകുന്ന ഒരു ലിറ്റററി വർക്ക്സുകളാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്. സ്റ്റൈൽ ആൻഡ് ടെക്നിക്. യൂസ് ഓഫ് ലാംഗ്വേജ്. Chungatai's writing style is characterized by its simplicity, clarity, and effectiveness. She uses language that is accessible and engaging, making her stories relatable to a wide range of readers. Symbolism and imagery. Chungatai's use of symbolism and imagery adds depth and complexity to her narratives. In Chinese Granny, the burqa and the pillow serve as powerful symbols, highlighting Granny's resourcefulness and resilience, irony and humor.
Chungatai's use of irony and humor adds a layer of complexity to her stories, making them more nuanced and thought provoking. In Tiny's Granny, the irony of Granny's situation and the humor in her interactions with the community serve to underscore the societal injustices and moral decay that Chungatai critiques. ധാരാളം വായനക്കാരിൽ ചുങ്കത്തായി എഴുതുന്ന ഈ നോവൽസുകൾ അല്ലെങ്കിൽ റൈറ്റിങ്സ് എത്തിച്ചേരാനായിട്ട് ഒരു നല്ലൊരു മാർഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജും അതുപോലെ റീഡേഴ്സിന് ഇഫക്റ്റ് ആകും, അവരായിട്ട് കണക്റ്റ് ആവും എന്ന് തോന്നുന്ന സബ്ജക്ട്സുകളുമായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഓഥറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ധാരാളം സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇമാജിനറീസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറിയോ നോവലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി ടൈനീസ് ഗ്രാനി, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത് ബുർക്ക അതുപോലെ പില്ലോ ഒക്കെയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് കൂടുതലും റീഡേഴ്സിനെ എഫക്റ്റീവ് ആകുന്ന രീതിയിൽ ഹ്യൂമറൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു വായനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. സൊസൈറ്റിയിലെ പ്രോബ്ലംസ് എല്ലാം എടുത്ത് എഴുതുന്ന ഈ ഒരു ഓഥറിന് ഉള്ള മറ്റൊരു പ്രത്യേകതയാണ് ഹ്യൂമർ സെൻസോട് കൂടി ആൾക്കാരിൽ അല്ലെങ്കിൽ റീഡേഴ്സിൽ ഈ ഒരു ആശയം എത്തിക്കുക എന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലും ഈ പില്ലോ അതുപോലെ മെയിനായിട്ട് ആ ബുർക്കയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ടുള്ള കുറച്ച് ഹ്യൂമർ ആസ്പെക്ട്സുകൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ഇസ്മാത് ചുംഗത്തായ്സ് ആർട്ട് ഓഫ് ക്യാരക്ടറൈസേഷൻ ഗിവിംഗ് ഇല്ലുസ്ട്രേഷൻസ് ഫ്രം ടൈനീസ് ഗ്രാനി. ഇവിടെ ഇസ്മത് ചുംഗത്തായിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ നൽകാനാണ് പറയുന്നത് ബേസ്ഡ് ഓൺ ഈ ഒരു ഷോർട്ട് സ്റ്റോറി ടൈനീസ് ഗ്രാനി. Ismat Chungatai's art of characterization is a hallmark of her literary process, and her short story Tiny's Granny is a testament to her skill in crafting complex, multi-dimensional characters. Through her characters, Chungatai sheds light on the human condition, exploring themes such as identity, morality, and the struggles of everyday life. Characterization in Tiny's Granny. In Tiny's Granny, Chungatai masterfully portrays the titular character Granny as a complex and nuanced individual. Granny is a marginalized figure forced to live on the fringes of society due to her circumstances. Despite her difficult life, Granny is a resilient and resourceful individual who has developed a range of strategies to survive. Chungatai's characterization of Granny is notable for its depth and complexity. Granny is not simply a one-dimensional character, rather, she is a multifaceted individual with her own strengths and weaknesses. Through Granny's character, Chungatai highlights the struggles faced by women in patriarchal societies, particularly those who are poor and marginalized. ചുങ്കത്തായുടെ വളരെ മനോഹരമായിട്ടുള്ള ഈ സ്റ്റോറീസിലൊക്കെ ക്യാരക്ടറൈസ് നൽകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവരെ ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് നൽകുന്നത് അവർക്ക് കൂടുതലായിട്ടും ഈ തീം നൽകിക്കൊണ്ടാണ്. ഏത് തീം എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി, സ്ട്രഗിൾസ് ഓഫ് എവ്രിഡേ ലൈഫ് എന്ന് പറയാം. ദിവസേനയുള്ള ഈ സ്ട്രഗിൾസ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കാണുന്ന സ്ട്രഗിൾസും സഫറിങ്സും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഓരോ ക്യാരക്ടേഴ്സിനൂടെ നൽകുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത് തന്നെ. ഈ ഒരു സ്റ്റോറിയിൽ ചുങ്കത്തായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാനി എന്നൊരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ അതിൻ്റെ മെയിൻ ക്യാരക്ടറാണ് ഗ്രാനി. അപ്പോൾ ഈ ഗ്രാനീനെ ഇവിടെ റിപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അന്നത്തെ സൊസൈറ്റിയിൽ കണ്ടു വന്നിരുന്ന കുറേയധികം
ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ കണ്ടുവന്നിരുന്ന കുറേ അധികം സഫറിങ്സ്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിമൻസിൻ്റെ സഫറിങ്സ്, സ്ട്രഗിൾസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഒരു ആശയമായി എടുത്ത് അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് എടുത്തൊരു ഉപാധിയാണ് ഈ ഒരു സ്റ്റോറിയൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ക്യാരക്ടറൈസേഷൻ നടക്കുന്നത്. ഗ്രാനി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു ലേഡിയൊന്നുമല്ല. ബോത്ത് വീക്ക്നെസ്സസ് ആൻഡ് സ്ട്രെങ്ത് രണ്ടും ഉണ്ട്. ഇവിടെ സഫർ ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ പക്ഷെ അതിന് സാധിക്കാത്തത് അന്നത്തെ സൊസൈറ്റിയിലുള്ള കുറേ അധികം കണ്ടീഷൻസാണ്. ടെക്നിക്സ് യൂസ്ഡ് ബൈ ചുങ്കത്തായ്. Chungathai employs several techniques to categorize Granny include physical description. Chungathai's physical description of Granny provides insight into her character. Granny's appearance is reflective of her circumstances, and her burqa serves as a symbol of her resourcefulness and resilience. Dialogue and action. Chungathai's use of dialogue and action reveals Granny's personality and character traits. Granny's interactions with the community and her granddaughter, Tiny, showcase her warmth, love, and concern for those around her. Inner thoughts and feelings. Chungathai's portrayal of Granny's inner thoughts and feelings adds depth to her character. Granny's emotions and reflections provide insight into her experiences and struggles, making her a more relatable and human character. ഗ്രാനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇവിടെ ചുങ്തായ് വളരെ മനോഹരമായിട്ട് പല ടെക്നിക്കുകളിൽ കൂടിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ അപ്പിയറൻസ്, ആ ഒരു സമൂഹത്തിൽ അന്നത്തെ കാലത്ത് ജീവിച്ചു പോകേണ്ട കുറേ ബുദ്ധിമുട്ടുകൾ അത് നേരിട്ടുകൊണ്ട് ബുർക്ക ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ബുർക്കയായിരുന്നു ധരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗത്തെക്കുറിച്ചിട്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുർക്ക ഇവിടെ സിംപിളൈസ് ചെയ്തിരിക്കുന്നത് റിസോഴ്സ്ഫുൾനെസ്സും റീസൈലൻസുമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡയലോഗ് ആൻഡ് ആക്ഷൻ. ഇവിടെ ഈ ഗ്രാനിയുടെ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്നത്തെ കമ്മ്യൂണിറ്റിയുമായി അല്ലെങ്കിൽ സമൂഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതി, അതുപോലെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ടൈനി. അപ്പോൾ ടൈനി ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം വാംത്ത്, ലവ്, ഒത്തിരി സ്നേഹവും കൺസേണും ഒക്കെയാണ് ഗ്രാൻഡ് ഡോട്ടറോട് ഇവിടെ ഗ്രാനി കാണിക്കുന്നത്. അതുപോലെ ഇന്നർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, ഗ്രാനിയുടെ ഇന്നർ തോട്ട്സ് ആൻഡ് ഫീലിങ്സിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ധാരാളം ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ എക്സ്പീരിയൻസസ്, സ്ട്രഗിൾ എക്സ്പീരിയൻസസിലൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദന, വിഷമം എല്ലാം തന്നെ ധാരാളം ഇമോഷൻസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ഹ്യൂമൻ ക്യാരക്ടർ ആര് തന്നെയായാലും ഹ്യൂമൻ ബീയിങ്സ് ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നും കാണപ്പെടാം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റിലേറ്റബിൾ ആണ് ഈ ഒരു ക്യാരക്ടർ. Impact of characterization. Chungtai's characterization of Granny has a significant impact on the reader's understanding of the story. Through Granny's character, Chungtai highlights the struggles faced by marginalized women and the ways in which society fails to provide for their needs. Granny's character serves as a powerful critic of societal norms and expectations, particularly those related to women and poverty. Conclusion. Ismat Chungathai's art of characterization is a key aspect of her lifestyle, literary style, and Tiny's Granny is a testament to her skill in crafting complex, nuanced characters. Through Granny's character, Chungathai sheds light on the human condition, exploring themes such as identity, morality, and the struggles of everyday life. Chungtai's characterization techniques, including physical description, dialogue, and inner thoughts, and depth and complexity to her characters, making them relatable and human.
ഇവിടെ ഗ്രാനിയുടെ ക്യാരക്ടറിനാണ് നമ്മൾ കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിമൻ അല്ലെങ്കിൽ പോവേർട്ടി സ്ട്രഗിൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു ഗ്രാനിയുടെ സ്റ്റോറി അല്ലേ. അപ്പോൾ ഇവിടെ കൺക്ലൂഷനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇസ്മത്ത് ചുങ്കത്തായി എന്ന് പറയുന്ന ഒരു പേഴ്സൺ, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്ന സ്റ്റോറീസുകളിൽ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം സമൂഹവുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇസ്മത്ത് ചുങ്കത്തായി. അദ്ദേഹത്തിൻ്റെ ഉറുദു സ്റ്റോറീസ് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ലിറ്ററേച്ചറിന്. അതുപോലെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. എസ്പെഷ്യലി ഫോക്കസ്ഡ് ഓൺ വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പല വർക്ക്സുകളും എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ആൻസർ മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ വി മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാനി. ഡസ് ഹെർ പ്ലൈറ്റ് ഇവോക്ക് യുവർ സിമ്പതി? ഇവിടെ ഗ്രാനിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഗ്രാനിയുടെ ഒരു ഒളിച്ചോട്ടം എന്ന് പറയാം, അതിനെ നിങ്ങൾക്ക് എന്തുമാത്രം സിമ്പത്തറ്റിക് ആണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ എന്നാണ് ചോദ്യം. Granny, the protagonist of Ismat Chungatai's short story Tiny's Granny, is a complex and multifaceted character. She is a marginalized elderly woman who has been forced to live on the fringes of society due to her circumstances. Despite her difficult life, Granny is a resilient and resourceful individual who has developed a range of strategies to survive. Physical appearance. Granny's physical appearance is reflective of her circumstances. She is described as wearing a burqa, which serves as a symbol of her modesty and respectability. However, the burqa also has a deeper significance as it represents Granny's resourcefulness and ability to adapt to her circumstances. ഗ്രാനിയാണ് ഈ ഒരു ഇസ്മത്ത് ചുങ്കത്തായിസ് സ്റ്റോറി ആയിട്ടുള്ള ടൈനി ഗ്രാനിയിലെ പ്രൊട്ടഗോണിസ്റ്റ്. അപ്പോൾ ഗ്രാനിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്, സമൂഹത്തിൽ ഒത്തിരി അധികം ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഈ നാനിയുടെ അല്ലെങ്കിൽ ഗ്രാനിയുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബുർക്കയാണ് ധരിക്കുന്നത്. ആ ബുർക്കയ്ക്ക് അതൊരു സിംബോളിക് ആയിട്ടാണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു ഒരു സിംബോളിക് തന്നെയാണ് ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ. കാരണം ആ ഒരു ബുർക്കനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ 1-2 കാരണങ്ങളാണ്. ബുർക്ക കാരണം ഈ ഗ്രാനിയെ ഒരു റിസോഴ്സ്ഫുള്ളും അതുപോലെ റീസൈലൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഒരു മോഡസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഡ്രസ് കോഡ് ധരിക്കുന്നത്. പിന്നെ അവളുടെ സർക്കംസ്റ്റാൻസസ് അതാണ് ആ സൊസൈറ്റിയിലെ. ഓക്കെ, പേഴ്സണാലിറ്റി. ഗ്രാനീസ് പേഴ്സണാലിറ്റി ഈസ് എ മിക്സ് ഓഫ് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്. On the one hand, she is a loving and caring grandmother who is deeply devoted to her granddaughter, Tiny. On the other hand, she is also a cunning and resourceful individual who is willing to do whatever it takes to survive. Granny's personality is shaped by her experience and circumstances, and she has developed a range of strategies to cope with the challenges of her life. Circumstances. Granny's circumstances are a key aspect of her character. She is a marginalized elderly woman who has been forced to live on the fringes of society due to her poverty and lack of social status. Despite her difficult circumstances, Granny is determined to survive and make the most of her life. She is a survivor, and her experience have taught her to be resourceful and adaptable. ഗ്രാനി ഒരു എൽഡർലി വുമൺ ആണ്. ഗ്രാനിയുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനിയുടെ ഗ്രാൻഡ് ഡോട്ടറിനെ
ടൈനി അവളിനെ വളരെ നല്ല രീതിയിൽ ലവിങ് കെയറിങ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് മദറായിട്ട് തന്നെയാണ് വളർത്തുന്നത്. അതേസമയം ഒത്തിരി സ്ട്രെങ്ത്സും വീക്ക്നെസ്സസുമുള്ള ഈ ഗ്രാനിക്ക് രണ്ട് തരം പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഒരു സൈഡിൽ ലവിങ് ആൻഡ് കെയറിങ് ആണെങ്കിൽ മറ്റൊരു സൈഡിൽ ഒരു കണ്ണിങ് വുമണും കൂടിയാണ്. കാരണം അവൾക്ക് ആ സൊസൈറ്റിയിൽ ആ സർക്യൂംസ്റ്റാൻസസ് അനുസരിച്ച് ആ ഒരു സ്റ്റാൻഡേർഡിന് അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള മാർഗമില്ലാത്തത് കൊണ്ട് തന്നെ കണ്ണിങ് ആകേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ കീൻ അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു ഗ്രാനി. അപ്പോൾ അവളുടെ കണ്ണിങ്നെസ്സും അവളുടെ ആ ഒരു ഹ്യൂമർ സെൻസും എല്ലാം കൊണ്ട് തന്നെയാണ് ആ ഒരു പോവർട്ടിയിലും സ്ട്രഗിൾസിലും അവർക്ക് ജീവിച്ചു പോകാനായിട്ട് സാധിക്കുന്നത്. Sympathy. Granny's plight evokes sympathy because of the difficult circumstances she faces. She is a marginalized elderly woman who has been forced to live on the fringes of society, and she struggles to make ends meet. Granny's experiences are a powerful critique of societal norms and expectations, particularly those related to women and poverty. In conclusion, Granny is a complex and multifaceted character who is shaped by her experiences and circumstances. Her plight evokes sympathy because of the difficult circumstances she faces, and her story serves as a powerful critique of societal norms and expectations. Through Granny's character, Chungatai sheds light on the struggles faced by the marginalized woman and the ways in which society fails to provide for their needs. Granny's story is a testament to the resilience and resourcefulness of women who are forced to live on the fringes of society, and it highlights the need for greater understanding and empathy towards those who are struggling to survive. ഗ്രാനിയുടെ പ്ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിമ്പതി ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഗ്രാനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ അന്നത്തെ സമൂഹം അവൾ ഫോഴ്സ് ചെയ്യുകയാണ് അങ്ങനെ ഒരു ജീവിത മാർഗം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അതിൻ്റേതായ സ്റ്റാറ്റസോ ഒന്നും തന്നെ ഇല്ല. സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള ഒരു സ്റ്റാറ്റസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് എന്താ പറയുക ബുർക്കയൊക്കെ ധരിച്ച് അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമേ ജീവിക്കാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ അതിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്ന ഒരു ടൈമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി മറ്റുള്ള റീഡേഴ്സിനോട് എസ്പെഷ്യലി റീഡേഴ്സ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ടൈനി ഇൻ ദ സ്റ്റോറി? ഇവിടെ ടൈനി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ റോൾ എന്താണ് ഈ സ്റ്റോറിയിൽ? ടൈനി പ്ലേസ് എ pivotal role in Ismat Chungatai's short story Tiny's Granny, serving as a catalyst for exploring themes of rebellion, generational conflict, love, loss, and the quest for individual freedom. As the protagonist, Tiny is a young girl living with her grandmother Granny in a traditional Muslim household. Her parents are deceased, and Granny's strict and authoritarian nature shapes her life. Tiny's character represents the struggle for autonomy and self-determination in a patriarchal society. She is depicted as a rebellious spirit yearning for freedom and independence, and resents Granny's interference in her personal life. Tiny's interactions with the doctor who treats her when she will spark a sense of attraction symbolizes her desire for love and connection beyond the confines of her restrictive upbringing. ഇവിടെ ടൈനീസ് ഗ്രാനി എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിൽ മറ്റൊരു പ്രൊട്ടാഗോണിസ്റ്റാണ് ടൈനി എന്ന് പറയുന്ന ആ പെൺകുട്ടി. അവളെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു മുസ്ലിം ട്രഡീഷണൽ ഫാമിലിയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ പാരൻസ് ഡിസീസ്ഡാണ്, അല്ലെങ്കിൽ അസുഖം ബാധിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെൺകുട്ടി ഇവളുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ താമസിക്കുന്നത്. പക്ഷേ ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ലവ് കെയർ എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് ധാരാളമായിട്ട്. അതേസമയം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കുട്ടിയെ എല്ലാ
കാര്യങ്ങളിൽ നിന്നും റിസ്ട്രിക്ഷൻ ചെയ്യിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനൊരു ഫ്രീഡം കൊടുക്കുന്നില്ല. പ്രത്യേകിച്ചും ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ജനറേഷണൽ ഗ്യാപ്പ്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു ന്യൂ ജെൻ ആണ്, ഇവിടെ ഗ്രാനി എന്ന് പറയുന്നത് ഓൾഡ് ജെൻ ആണ്. അപ്പോൾ ഓൾഡ് ജനറേഷനിൽ പെട്ടിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ന്യൂ ജനറേഷൻ. അവൾക്ക് ആവശ്യം ഫ്രീഡം പിന്നെ ഇൻട്രാക്ഷൻ അധികം ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലായിരിക്കും. പക്ഷേ ഇവിടെ ഗ്രാനി ആണെങ്കിൽ ഓവറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അവളുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും റിസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൾ ഫ്രീഡത്തിന് വേണ്ടി ഇവിടെ ദാഹിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവളിനെ നോക്കാൻ വന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിനെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ വരികയാണ് അവൾക്ക്. മീൻസ് അവൾക്ക് അത്രയും സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. പക്ഷേ മീൻസ് അവിടെ ഒരു കാര്യം പ്രധാനമായിട്ടുള്ളത് ഇവളൊരു റെസ്ട്രിക്റ്റഡ് ഫാമിലിയിലാണ് ജീവിക്കുന്നത്. അവളുടെ എസ്പെഷ്യലി ഗ്രാൻഡ് മദർ ഇസ് വെരി സ്ട്രിക്റ്റ് ആണ്. എന്നിട്ട് പോലും അവൾക്ക് അതിൻ്റെ ബിയോണ്ട് ആ ഒരു ബൗണ്ടറീസൊക്കെ മാറ്റി അവൾക്ക് ആ ലവ് എന്താ പറയുക, ആ ഒരു സ്നേഹബന്ധം തുടരാനൊക്കെയാണ് ഇവളോട് ആഗ്രഹിക്കുക. Relationship with Granny. The relationship between Tiny and Granny is complex, reflecting the generational divide between traditional values and modernity. Granny's rigid adherence to traditional clashes with Tiny's desire for independence, illustrating the changing dynamics with families and communities. Granny's authoritarianism represents the oppressive structures that constrain women's lives, while Tiny's rebellion signifies a quest for agency and empowerment. Themes. Through Tiny's character, Chungatai explores several themes including rebellion against tradition. Tiny's desire for freedom, individuality is pit against Granny's traditional values, highlighting the tension between the old and the new. Generational divide. The conflict between Granny and Tiny reflects the broader societal struggles between traditional values and societal evolution. Love and loss. Tiny's experiences with love and loss shape her perceptions of relationship and autonomy. Female agency. Tiny's rebellion against Granny's control signifies a quest for agency and empowerment as she seeks to assert her own identity and desires. അതിൽ അസൈൻമെൻറ്റ്സോ മീൻസ് സോൾഡ് അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ആർക്കെങ്കിലും ഇതൊക്കെ ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതുപോലെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോ? സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സോ വി കം ബാക്ക് ടു ദ ടോപ്പിക്. ഇവിടെ റിലേഷൻഷിപ്പ് വിത്ത് ഗ്രാനിയാണ്. ഗ്രാനിയും ടൈനിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ്, ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഡോട്ടറാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു ജനറേഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു ട്രഡീഷണൽ ഫാമിലിയിലൊക്കെ പെട്ടിട്ടുള്ള വ്യക്തികളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഗ്രാനി ട്രഡീഷണൽ വാല്യൂസും അതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അതേസമയം ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ മോഡേൺ ജനറേഷനാണ്. അപ്പോൾ അവൾക്ക് അവളുടേതായ ഫ്രീഡം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ ഫാമിലിയിൽ തന്നെ എന്താ പറയുക, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് തീമുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആ തീമിലെല്ലാം തന്നെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു ഫീമെയിൽ ആറ്റിറ്റ്യൂഡുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൺട്രോളാണ്, എല്ലാം എന്താ പറയുക സപ്രസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അന്നത്തെ ജനറേഷണൽ സൊസൈറ്റിയിൽ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അങ്ങനെ ചിലയിടത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ അധികം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഫ്രീഡം എന്ന് പറയുന്ന സംഭവം കിട്ടുന്നില്ല. In conclusion, Tiny's role in the story is multifaceted, representing the struggle for autonomy, rebellion against tradition, and the quest for individual freedom. Through her character, Chungatai sheds light on the complexities of familial relationships, gender dynamics, and societal expectations. Tiny's journey serves as a powerful critique of patriarchal societies, highlighting the need for greater understanding and empathy towards individuals seeking to break free from oppressive traditions.
ഇവിടെ ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ എന്ന് പറയുന്നത് അവൾക്ക് റെബല്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻസ്റ്റ് ട്രഡീഷന് എതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇവൾ. അവൾക്ക് ഫ്രീഡമാണ് ആവശ്യം, അവൾ അതിനു വേണ്ടി ദാഹിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒത്തിരി കോംപ്ലക്സിറ്റീസ് ഒക്കെയാണ് ഈ ഫെമിലിയൽ റിലേഷൻഷിപ്സിൽ നമുക്ക് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയിലെ ഒത്തിരി എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണിത്. പക്ഷെ അവളെ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു ഡ്രീംസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നോട്ട്, പക്ഷെ ഒന്നിനും ഒരു ഫ്രീഡം കൊടുക്കാതെ അവൾക്കാണെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പെൺകുട്ടിക്ക് ഉള്ളത്. പക്ഷെ അവളെ അടച്ചുപൂട്ടി അങ്ങനെ വെച്ചിരിക്കുകയാണ്. 5th question. Write a note on the elements of humor and irony in the story. ഈ ഒരു സ്റ്റോറിയിലെ ഹ്യൂമറും ഐറണിയും കുറിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. The short story Tiny's Granny by Ismat Chungatai is a masterful blend of humor and irony, which adds depth and complexity to the narrative. Chungatai's use of these literary devices not only provides comic relief, but also serves to highlight the societal norms and expectations that shape the lives of the characters. Humor. Chungatai's humor is subtle and nuanced, often arising from the absurdity of situations and the characters' reactions to them. Granny's character in particular is a source of humor as she navigates the challenges of her life with a mix of cunning and resourcefulness. The humor in the story is often dry and understated, adding to its poignancy. One example of humor in the story is Granny's use of the burqa as a multi-purpose tool. She uses it as a towel, a prayer mat, and even as a shield to protect herself from dogs. This absurdity highlights Granny's resourcefulness and adaptability, while also underscoring the limitations of her circumstances. ഈ ഒരു സ്റ്റോറിയിൽ ഒരു ഹ്യൂമർ എന്നൊക്കെ പറയുമ്പോൾ ആ ബുർക്കയുടെ ഒരു കേസാണ് നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ബുർക്ക ഇവിടെ പല രീതിയിൽ ഗ്രാനി ഉപയോഗിക്കുന്നുണ്ട്. ടവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രയർ മാറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് പട്ടികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഈ ബുർക്കയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൾക്ക് അത്രയും സർക്കംസ്റ്റാൻസസ്, അവളുടെ ആ സിറ്റുവേഷൻസും സ്ട്രഗിൾസും സഫറിങ്സും ഒക്കെ അത്രയും ഉണ്ടായിരുന്നു. എക്സ്ട്രീം ലെവലാണ്. എന്നിട്ട് പോലും അവൾ അതിൽ നിന്നൊക്കെ ഹ്യൂമർ കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത്. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ എഴുതിയിരിക്കുന്ന റൈറ്റർ റീഡേഴ്സിന് കുറച്ചും കൂടി റിലേറ്റബിൾ ആവാനായിട്ടും കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ കുറച്ച് ഹ്യൂമറൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊടിച്ച് ഇട്ടിരിക്കുന്നത്. Irony is another key element in the story, often used to highlight the contradictions and paradoxes of life. Chungatai's use of irony adds depth and complexity to the narrative, inviting the reader to reflect on the societal norms and expectations that shape the characters' lives. One example of irony in the story is the character of the Deputy Sahib, who is revealed to be a perpetrator of abuse and exploitation. This irony highlights the hypocrisy and double standards that exist in society, where individuals with power and authority can engage in morally reprehensible behavior without consequences. ഈ സ്റ്റോറിയിൽ ഐറണി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള അതിനായിട്ടൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഒരു ക്യാരക്ടറായിട്ടുള്ള ഡെപ്യൂട്ടി സാഹിബാണ്. അദ്ദേഹം അതോറിറ്റിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതേസമയം ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ് ഡെപ്യൂട്ടി സാഹിബ്. അദ്ദേഹത്തിന് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഹിപ്പോക്രസിയാണ്. ഇത്രയും അതോറിറ്റിയിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ എത്രമാത്രം കണ്ണിങ്ങും എത്രമാത്രം ഹിപ്പോക്രറ്റിക് ആകാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഡെപ്യൂട്ടി സാഹിബ്. ഒരു കാരണവും കൂടാതെയൊക്കെ ഗ്രാനിയെ വളരെ മോശപ്പെട്ട രീതിയിൽ സ്ട്രഗിൾ ചെയ്യിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഡെപ്യൂട്ടി സാഹിബ്. Impact of humor and irony. The use of humor and irony in the story has a significant impact on the reader's understanding of the narrative.
These literary devices add depth and complexity to the characters and their experiences, inviting the reader to reflect on the societal norms and expectations that shape their lives. The humor and irony in the story also serves to highlight the resilience and adaptability of the characters, particularly Granny. Despite the challenges and hardships she faces, Granny remains a strong and determined individual, using her wit and resourcefulness to survive. In conclusion, the elements of humor and irony in Tiny's Granny are essential to the narrative, adding depth and complexity to the characters and their experiences. Chungatai's use of these literary devices invites the reader to reflect on the societal norms and expectations that shape the characters' lives, highlighting the contradictions and paradoxes that exist in society. The story is a powerful critique of patriarchal societies, and the use of humor and irony adds to its poignancy and impact. ഈ സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐറണിയും ഹ്യൂമറും ഒക്കെ തന്നെ റീഡേഴ്സിന് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് വായിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐറണി ആവട്ടെ ഹ്യൂമർ ആവട്ടെ എല്ലാം തന്നെ ബേസ് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി ഗ്രാനിയെയും അതുപോലെ ടൈനി എന്ന് പറയുന്ന പെൺകുട്ടിയെയും അവരുടെ ആ ഒരു സ്ട്രഗിൾസിനെ കാണിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എത്രമാത്രം സ്ട്രഗിളിൽ കൂടെ സഫറിങ്സിൽ കൂടിയാണ് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഈ വിമൻ ജീവിച്ച് പോന്നിരുന്നത്. അത് ഒന്നും കൂടി അവയർനെസ് നൽകാൻ വേണ്ടിയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഇദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 6th question. Who is the principal narrator in the story? Are the narrator's opinion necessarily the author's? ആരാണ് ഈ സ്റ്റോറിയുടെ പ്രിൻസിപ്പൽ നരേറ്റർ? അതുപോലെ ഈ നരേറ്ററിൻ്റെ ഒപ്പീനിയൻ തന്നെയാണോ ഓതേഴ്സിൻ്റെയും? അപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ ഒട്ടും കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആൻസറിലും വരുന്നത്. ഓക്കെ. The principal narrator in Ismat Chungatai's short story Tiny's Granny is an omniscient narrator who provides a third-person perspective on the events of the story. The narrator has a broad perspective on the characters and their experiences and is able to provide insight into their thoughts and feelings. Narrator's role. The narrator plays a crucial role in shaping the reader's understanding of the story. Through the narrator's perspective, the reader is able to gain insight into the characters' motivations and emotions, and to understand the complexities of their experiences. The narrator's tone and voice also contribute to the overall mood and atmosphere of the story, drawing the reader into the world of the characters. ഇവിടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയെ ടൈനീസ് ഗ്രാനിയിലെ നരേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നരേറ്റർ ഇവിടെ ഒരു തേർഡ് പേഴ്സണായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഒരു തേർഡ് പേഴ്സണാണ് ഇവിടുത്തെ നരേറ്റർ. അദ്ദേഹത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക കാഴ്ചപ്പാടിൽ ഈ ഒരു ടൈനീസ് ഗ്രാനി എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസസ്, അവരുടെ സ്ട്രഗിൾസ്, അവരുടെ അനുഭവിച്ചു കൊണ്ടിരുന്ന പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ അവരനുഭവിച്ചു കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളുമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇമോഷൻസിനാണ് ഇവിടെ നരേറ്റർ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ റീഡേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് നരേറ്ററിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നരേറ്റർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ദ റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ, കണ്ടോ, ആ ഒരു സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നരേറ്ററിന് കൂടുതലായിട്ടും ഇവിടെ ആരുടെ മൈൻഡാണ് ക്യാപ്ചർ ചെയ്യേണ്ടത്? റീഡറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റോറിയാണ് അദ്ദേഹത്തിന് ആവശ്യം. റീഡർ എന്ത് ചെയ്യണം? റീഡറിന് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് മോട്ടിവേഷൻ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഇമോഷൻസ് ഒക്കെ തന്നെ റീഡർക്ക് മോട്ടിവേഷൻ നൽകുന്നതായിരിക്കണം. അവർക്കൊരു കണക്റ്റഡ് ആവണം. ഈ ഒരു ക്യാരക്ടേഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്ന റീഡേഴ്സിന് എന്ത് ചെയ്യണം? അവർക്ക് അതൊരു ടച്ച് ആവാനായിട്ട്, അവരുടെ എക്സ്പീരിയൻസും ഇതുമാതിരി കണക്റ്റഡ് ആവാനായിട്ട് സാധിക്കണം. ഇതാണ് ഇവിടെ നാരേറ്ററിൻ്റെ റോളായിട്ട് മാറുന്നത്. Author's opinion, namely narrator's opinion. While the narrator's opinion may reflect the author's views, it is not necessarily the case that the two are identical. The narrator is a literary device used by the author to tell the story, and their perspective may be shaped by the needs of the narrative.
The author may use the narrator to explore different themes or ideas or to create a particular tone or atmosphere. In Tiny's Granny, the narrator's opinion is often sympathetic to Granny's plight, highlighting the difficulties and hardships she faces as marginalized elderly woman. However, the narrator's perspective is not always uniformly sympathetic, and the reader is left to form their own opinion about Granny's character and circumstances. ഇവിടെ ഓതർ നെയിമിൽ നമുക്ക് നരേറ്റർ ഇവർ രണ്ട് കൂട്ടരുടെയും ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒന്ന് വിശകലനം ചെയ്യാം. ഓതറിൻ്റെ അതേ ഒപ്പീനിയൻ തന്നെ നരേറ്ററിൻ്റെ ഒപ്പീനിയനായി സിമിലറായിട്ട് നമുക്ക് ചിത്രീകരിക്കേണ്ട ഒരാവശ്യം ഇവിടെ വരുന്നില്ല. ആരാണ് ഓതർ, ആരാണ് നരേറ്റർ? അത് നമുക്ക് ആദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നരേറ്റർ എന്ന് പറയുന്നത് വെറും ഒരു ഉപകരണം മാത്രമാണ്, ലിറ്റററി ഡിവൈസ് ആണ്. ഓക്കെ, ഒരു ഉപകരണമായിട്ട് സാഹിത്യം അല്ലെങ്കിൽ ലിറ്റററി ഉപകരണം ആയിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ആരാണ് ഈ നരേറ്ററിനെ ഉപയോഗിക്കുന്നത്? ഓതറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഓതർ നരേറ്ററിനെ ഉപയോഗിക്കുന്നത്? ടു ടെൽ ദ സ്റ്റോറി. ഓതർ നരേറ്ററിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി റീഡേഴ്സിലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ട് കൂട്ടരുടെയും പേഴ്സ്പെക്റ്റീവ് ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഓതർ നരേറ്ററിനെ ഉപയോഗിച്ചുകൊണ്ട് തീംസും ഐഡിയാസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ റീഡേഴ്സിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ടൈനീസ് ഗ്രാനി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഡിഫിക്കൽട്ടീസ്, ഹാർഡ്ഷിപ്സ്, മാർജിനലൈസ്ഡ് എൽഡർലി വിമൺ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ കൂടുതലായിട്ടും ഫോം ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇമോഷനാണ് ഇവിടെ സിമ്പതി. ഈ സിമ്പതിക്കാണ് ഇവിടെ കൂടുതലും പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഇവിടെ ആരുടെ പെർസ്പെക്റ്റീവാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സിമ്പതി എന്ന് പറയുന്നത്? നരേറ്ററിൻ്റെ പെർസ്പെക്റ്റീവാണ് അല്ലേ. ഇത്ര തന്നെ. Impact of narrative perspective. The narrative perspective in Tiny's Granny has a significant impact on the reader's understanding of the story. The omniscient narrator provides a broad perspective on the characters and their experiences, allowing the reader to gain insight in their thoughts and their feelings. The narrator's tone and voice also contribute to the overall mood and atmosphere of the story, drawing the reader into the world of the characters. The narrative perspective also allows the reader to see the complexities of the characters' experiences and to understand the societal norms and expectations that shape their lives. The narrator's perspective highlights the contradictions and paradoxes of life, inviting the reader to reflect on the themes and ideas explored in the story. Conclusion. In conclusion, the principal narrator in Tiny's Granny is an omniscient narrator who provides a third-person perspective on the events of the story. While the narrator's opinion may reflect the author's views, it is not necessarily the case that the two are identical. The narrative perspective has a significant impact on the reader's understanding of the story, allowing them to gain insight into the characters' thoughts and feelings and to understand the complexities of their experiences. ഇപ്പോൾ ഈ ഒരു പോർഷൻ ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ നരേറ്റർ എന്ന് പറയുന്നത് ആരാണ്? തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ എന്താ ചെയ്യുന്നത്? ഈ ഒരു സ്റ്റോറി ഇതിൻ്റെ ഇമോഷൻസിലൂടെയും അതുപോലെ ആ ഗ്രാനിയുടെ ക്യാരക്ടറിൽ കൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ട് റീഡേഴ്സിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ 7th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്കൊരു സന്തോഷമാവും. ഓക്കെ, സോ വി മൂവ് ഓൺ. ക്യാൻ ദ സ്റ്റോറി ബി റെഡ് ആസ് എ സോഷ്യൽ ഡോക്യുമെൻറ്റ്? കമൻറ്റ് ഓൺ ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി. ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിനെ ഒരു സോഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Yes, Tiny's Granny can be read as a social document that provides insight into the lives of marginalized elderly women in a patriarchal society. The story highlights the struggles and hardships faced by Granny, a poor,
elderly woman who is forced to live on the fringes of society. Through Granny's character, the story sheds light on the societal norms and expectations that shape the lives of women, particularly those who are poor and marginalized. Social commentary. The story provides a powerful commentary on the social and economic conditions that shape the lives of women like Granny. It highlights the ways in which society fails to provide for the needs its most vulnerable members, leaving them to fend for themselves. The story also critiques the patriarchal norms and expectations that constrain women's lives, limiting their opportunities and agency. ഇതൊരു സോഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, യെസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. കാരണം ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ, ഈ ഗ്രാനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്തിട്ടുള്ളത്. അത് അന്നൊന്നല്ല, പല സ്ഥലങ്ങളിലായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്, എസ്പെഷ്യലി ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സോഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെ ഇതിലത്തെ മെമ്പേഴ്സ് ആരും ആയിക്കോട്ടെ, അവരുടെ എന്താ പറയുക, ഇപ്പോൾ ഗ്രാനി ആവട്ടെ, അതുപോലെ തന്നെ ഗ്രാനിയുടെ ഗ്രാൻഡ് ഡോട്ടർ ആയിക്കോട്ടെ, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ജനതയെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നരേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പോലും സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ ഇവർക്ക് അത് അനുഭവിക്കാനുള്ള ഒരു യോഗമില്ല എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും അല്ലേ. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓപ്പൺ ടു ഓൾ ആണ്, പക്ഷേ ഇവർക്കതൊന്നും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. Ending of the story. The ending of the story is a powerful commentary on the societal norms and expectation that shape the lives of women like Granny. Granny's death, which is caused by the public shame and humiliation she suffers when her stolen goods are revealed, is a tragic reminder of the ways in which a society can be cruel and unforgiving. The image of Granny's body with her mouth open and flies crawling in the corners of her half-closed eyes is a haunting one that underscores the indignity and neglect that she suffers. The ending of the story also highlights the ways in which a society fails to provide for the needs of its vulnerable members. Granny's death is a stark reminder of the consequences of poverty, marginalization, and social isolation. The story suggests that Granny's fate is not unique and that many women like her suffers similar fates due to the societal norms and expectations that shapes their lives. സോ ഈ സ്റ്റോറിയുടെ കൺക്ലൂഡിങ് പാർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നാനിയുടെ അല്ലെങ്കിൽ ഗ്രാനിയുടെ ഒരു ഡെത്ത് ആണ് ഇവിടെ നമുക്ക് ചിത്രീകരിച്ച് തന്നിട്ടുള്ളത്. ഗ്രാനിയുടെ ഡെത്ത് എന്ന് പറയുന്നത് സാധാരണ ഒരു ആൾ മരിക്കുന്ന രീതിയല്ല. ഇതൊരു എന്താ പറയുക, ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഡെത്തായിട്ട് തന്നെ കാണണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വക പ്രിവിലേജും ഈ ഒരു ഡെഡ് ബോഡിക്ക് പോലും കൊടുക്കാത്ത ഒരു സൊസൈറ്റിയാണിത്. അതിൻ്റെ സിംപിളൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ഡെഡ് ബോഡിയെ ഫോക്കസ് ചെയ്തിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗ്രാനിയുടെ മൗത്ത് ഓപ്പൺ ആണ്, അതുപോലെ കുറേ ഫ്ലൈസൊക്കെ അവിടെ എന്താ പറയുക പറന്നിങ്ങനെ ആ ഒരു ഹാഫ് ക്ലോസ്ഡ് ഐസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവളുടെ ഡെഡ് ബോഡിക്ക് ചുറ്റും ഈ ഫ്ലൈസ് പറക്കുന്നത്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഒരു ഡെഡ് ബോഡിക്ക് പോലും അത്രയും പ്രിവിലേജും റെസ്പെക്റ്റോ ഒന്നും തന്നെ കൊടുക്കാത്ത ഒരു സമൂഹമാണ് നമ്മളുടെ ഒരു സൊസൈറ്റി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പൂവറായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. ഓക്കെ, അതും കൂടി എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. Impact of the ending. The ending of the story has a significant impact on the reader's understanding of the narrative. It highlights the ways in which a society can be cruel and unforgiving and the consequences of poverty, marginalization, and social isolation. The ending also underscores the importance of empathy and understanding in addressing the needs of vulnerable members of society.
The ending of the story also invites the reader to reflect on the themes and ideas explored in the narrative. It highlights the need for greater understanding and empathy towards individuals who are struggling to survive, and the importance of addressing the societal norms and expectations that shape their lives. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പൂവറായിട്ടുള്ള ഒരു സോഷ്യൽ ഐസൊലേഷനൊക്കെ അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഗ്രാനി. അതുകൊണ്ട് തന്നെ അവൾക്ക് മരിക്കുന്ന സമയത്ത് പോലും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എസ്പെഷ്യലി വിമൺ ഇൻ ദ പാട്രിയാർക്കൽ സൊസൈറ്റി തന്നെയാണ്. Conclusion. In conclusion, Tiny's Granny can be read as a social document that provides insight into the lives of marginalized elderly women in a patriarchal society. The story highlights the struggles and hardships faced by Granny and critics of societal norms and expectations that shape her life. The ending of the story is a powerful commentary on the consequences of poverty, marginalization, and social isolation, and underscores the importance of empathy and understanding in addressing the needs of vulnerable members of society. ഇത്രയും മോശപ്പെട്ട ഒരു സൊസൈറ്റിയിലാണ് ഗ്രാനി ജീവിച്ചിരുന്നത്. കാരണം അവൾക്ക് അത്രയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിമൺ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അത്രയും പ്രാധാന്യമേ ഈ ലോകം സമൂഹം കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി അല്ലേ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവുചെയ്ത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ, ഇരിറ്റേറ്റ് ആവല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വലിയ സന്തോഷമാവും. ഓക്കെ, സോ വൺസ് അഗെയിൻ ഈ അസൈൻമെൻറ്റ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആവശ്യമുള്ളവർക്ക്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആവശ്യമുള്ളവർക്ക് ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. എടുത്ത് പറയുകയാണ് ചെറിയൊരു എമൗണ്ട് ഞാനിതിന് നിങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയാം. So thank you for supporting me and watching this video, and we'll meet you with the next video. By then, take care and goodbye.